ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണെന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. ക്രൈസ്തവ സമൂഹത്തിന്, ലോകജനതയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, രക്ഷയുടെ വചനത്തെ, സുവിശേഷത്തെ കൈമാറുവാൻ ദൈവം ശക്തമായി കരങ്ങളിലെടുത്ത ഉപയോഗിച്ച മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് പറയുന്നു, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. എന്നാൽ ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. പൗലോസ് പറയുന്നു, ഞാൻ മുൻപേ ഉപദ്രവിയായിരുന്നു. ഞാൻ സഭയെ ഉപദ്രവിച്ചവനാണ്. ഞാൻ ദൈവത്തോട് മറുതലിച്ചു നിന്നവനാണ്. എന്നാൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ദൈവം എന്നെ സ്നേഹിച്ചു. എൻ്റെ അറിവില്ലായ്മയെ ദൈവം ക്ഷമിച്ചു. ഞാൻ ചെയ്ത തെറ്റ് ദൈവം ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ബലമുള്ളതെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്നു. ഉള്ളതിന് ഇല്ലായ്മ ചെയ്യുവാൻ ഏതുമില്ലാത്തതിനെ നികൃഷ്ടവും കുലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്നു. ദൈവം ആരെ തേടിയാണ് വന്നത്? നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് വന്നത്. തിരുവചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ നഷ്ടപ്പെടുത്തുകയില്ല. നിങ്ങൾ നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. യേശു വന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് യേശു വന്നത്. നിങ്ങളുടെ പരിശ്രമം കൊണ്ടോ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നീതി ലഭിക്കാതെ പോകുന്നു എന്ന് കണ്ടിട്ട് തന്നെയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ദൈവം ഒരു നാളും നിങ്ങളെ നഷ്ടപ്പെടുത്തുകയില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കും. യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ സ്വന്തമാക്കും. നിങ്ങൾ നഷ്ടപ്പെടുകയില്ല. പാപികളെ തേടിയാണ് യേശു വന്നതെങ്കിൽ ആ പാപികളിൽ പൗലോസ് ഒന്നാമനാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എത്ര വലിയ കൃപയാണ് പൗലോസിന് വെളിപ്പെട്ടത്. എത്ര വലിയ ദൈവസ്നേഹമാണ് പൗലോസിൻ്റെ തിരഞ്ഞെടുപ്പിൽ നാം കാണുന്നത്. ദൈവം നിങ്ങളെ തിരിച്ചു പിടിക്കും. തലമുറകളെ തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവം തിരിച്ചു പിടിക്കും. വിശ്വസിക്കുക, യേശു വന്നത് പാപിയെ രക്ഷിക്കുവാനാണ്. നഷ്ടപ്പെടുകയില്ല. വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.